രണ്ട് സഹോദരന്മാരും കൂടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് അവരെയും കൂടെ വിളിക്കാം. ഇവൻ എനിക്ക് നേരെ ഇളയത്, അവൻ നാലാമത്തെ ആൾ. ഞങ്ങൾ 5 പേരാണ് മൊത്തം, 2 സഹോദരിമാർ, ഞങ്ങൾ 3 ആണുങ്ങൾ. ഇവർ രണ്ടുപേരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇവൻ നന്ദാവനത്തും ഇവൻ കൊട്ടാരക്കരയും വർക്ക് ചെയ്യും. മുരളിച്ചേട്ടനും ശരിക്ക് നടനാകാൻ അല്ലല്ലോ അല്ലേ പുറപ്പെട്ടത്, ശരിക്ക് നിയമം പഠിച്ച് നിയമജ്ഞനാവാൻ വന്നതാണല്ലേ അല്ലേ? നിയമം പഠിക്കും അങ്ങനൊന്നും ഉദ്ദേശമില്ലായിരുന്നു. അതായത് ശരിക്കും എൻ്റെ ഒരു ജനിതക രഹസ്യം നടനാവാനായിരുന്നു എൻ്റെ വിശ്വാസം. കൊച്ചുനാൾ മുതലേ, ഇവർക്കൊക്കെ ഓർമ്മയാവുന്നതിന് മുമ്പേ ഞാൻ അഭിനയിച്ചു തുടങ്ങാം. പിന്നെ നിയമമൊക്കെ പഠിക്കുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു. നിയമം പഠിച്ചാൽ പെട്ടെന്ന് കോടതിയിൽ പോകാൻ കാശ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു എൻ്റെ ജോലി. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഒരു നിലനിർത്തലായിരുന്നു അന്ന് അത്യാവശ്യം. അതുകൊണ്ട് എനിക്ക് ലോയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. എങ്ങനെയായിരുന്നു ഹരിക്കും തുളസിക്കൊക്കെ തോന്നിയിരുന്നത്? മുരളിച്ചേട്ടൻ ഒരു നടനാവുമെന്ന് എപ്പോഴെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? അന്ന് എൻ്റെ അഭിനയത്തെ പറ്റി പറയുമ്പോഴേ എനിക്ക് ഓർമ്മയുള്ളത്, കുടുംബട്ടൂർ ഞങ്ങളുടെ അമ്പലത്തിലെ വായനശാല അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു നാടകം അവതരിപ്പിച്ചതാണ്. അത് എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്ന പുന്നപ്ര ദാമോദരൻ്റെ നീതിമാന രക്തം ആണ്. അതിനുശേഷം പിന്നീട് 80കളോടെയാണ് തിരുവനന്തപുരത്തെത്തുമ്പോഴാണ് പ്രസാദ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള നാടകത്തിലൂടെ അത് കണ്ടിട്ടുണ്ടോ മഴ നീതിമാന രക്തം? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു തമാശ ഉണ്ട്. എനിക്കന്ന് ഷൂ ഇല്ല. ഞങ്ങളുടെ ഒരു വളരെ നിവൃത്തിയില്ലാത്ത ചുറ്റുപാടാണ്. അച്ഛനും അമ്മയും ഞങ്ങളുടെ സഹോദരങ്ങളും വളരെ ഒരു ഷൂസൊക്കെ അത്യാവശ്യം നിവൃത്തി ഉള്ളിടത്ത് പോലും ഇല്ലാത്ത സാധനമാണ്. അല്ല, എൻ്റെ അമ്മാവൻ്റെ അളിയൻ എഞ്ചിനാണ്, അങ്ങനെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനായിട്ട് പ്രൊട്ടക്ടറുടെ ആളാണ്. പുള്ളിക്കൊരു ഷൂ ഉണ്ട്. ഇത് പോയി വാങ്ങിച്ചോണ്ട് എൻ്റെ കാലിനേക്കാളും ചെറുതാ ഷൂ. ഇതിട്ടുകൊണ്ടാണ് അഭിനയിക്കുന്നത്. മരണവേദനയാണ്. പുന്നപ്ര ദാമോദരൻ്റെ ഈ അത് ഡോക്ടറെ വേഷം. അതിനുശേഷമാണ് ലങ്കാലക്ഷ്മി ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രൊഫഷൻ. ലങ്കാലക്ഷ്മി 83 മാർച്ച് 10-ാം തീയതി ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ. അതിൻ്റെ റിഹേഴ്സൽ 1.25 വർഷമായിരുന്നു. ആരും വിശ്വസിക്കൂ? 1.25 വർഷം. നരേന്ദ്രപ്രസാദും ഞാനും മാത്രമായിട്ട്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ഒരു വലിയ ദൗർഭാഗ്യം എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് നരേന്ദ്രപ്രസാദിനെ മനസ്സിലായിട്ടില്ല മലയാള സിനിമയ്ക്ക്. ലങ്കാലക്ഷ്മിയിലെ ഒരു ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. ഏതോ മുനിവാടത്തിൽ തള്ളപ്പെട്ട പാവം രാക്ഷസക്കിടാത്തിയുടെ കണ്ടാൽ അറപ്പുണ്ടാക്കുന്ന കറുത്ത കുട്ടി വിഷ്ണുവിനെ പോലും വിനയവാനാക്കി. ആ കുട്ടിക്ക് കൈവിടാൻ കാട്ടുമുരുക്കിൻ്റെ മാല പോലും ഉണ്ടായിരുന്നില്ല. പൂക്കൾ പൊട്ടിച്ച് ഇളയവനായ നിൻ്റെ കഴുത്തിലാണ് അമ്മ അണിയിച്ചിരുന്നത്. കൃഷ്ണപ്പരുന്തിനെ കല്ലെറിഞ്ഞിട്ട് ഭക്ഷിച്ചും കാട്ടുപുഴയിലെ ചെളിവെള്ളം കുടിച്ചും ആ കുട്ടി വളർന്നു. നുള്ളി ഇക്കിളിയിടാനും അന്തപ്പുരനാരികളുണ്ടായിരുന്നില്ല. ഒരു കൈയിൽ പെണ്ണിനെയും മറുകൈയിൽ മഹേശൻ്റെ ചാപത്തെയും സൽക്കരിക്കാൻ രാജാക്കന്മാരും ഉണ്ടായില്ല. ലങ്കാലക്ഷ്മി ആയിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, മലയാളത്തിലെ ഏത് നടൻ്റെയും ഒരു വലിയ ചലഞ്ചാകാവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്നു. വന്നൊരാർത്തിയായിരുന്നു എനിക്ക് സിനിമ. വെച്ചാൽ പൈസ, മറ്റ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് മിക്കവാറും ഒക്കെ 3 മാസമേ ഉള്ളൂ ഇതിൻ്റെ ജീവിതം ഞാൻ മനസ്സിലാക്കി. ഈ ഒരു ഫെയിമിൻ്റെയും ഒരു പടത്തിൻ്റെ, അതായത് ഞാൻ അഭിനയിച്ച ഹീറോ ആയിട്ട് ആദ്യം അഭിനയിക്കുന്ന പടം 167 ദിവസം ഓടിയതിൻ്റെ മെമൻറ്റോ എൻ്റെ കയ്യിലുണ്ട്. ആധാരം. ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അതാ പറഞ്ഞത്, സിനിമാഭിനയം എൻ്റെ സ്വപ്നത്തിലേ ഇല്ല. കാരണം വെച്ചാൽ എനിക്ക് ഒരാളിനെയും പരിചയമില്ല. നസീർ സാറിനെ കാണാനായിട്ട് ഞാനും അവനും കൂടെ 4-5 കിലോമീറ്റർ നടന്നു. ആ, ഞാനും അവനും കൂടെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കല്ല ബാരിക്കേഡ് തകർത്തോണ്ട് ഇങ്ങനെ തുടങ്ങി. അതെ, ആ 72 കിലോമീറ്റർ വന്നാൽ എനിക്ക് തോന്നുന്നു. ഞങ്ങൾ നടന്ന് അവിടെ അന്ന് നസീർ സാർ ഒരു സഫാരിയോ അതിട്ടാണ് വന്നത്. ദൂരെ ഒന്ന് കണ്ട് പിന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ സിനിമ അങ്ങനെ കണ്ടിട്ടില്ല.